ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ നെയ്മർ ജൂനിയർ വീണ്ടും അപാര ഫോമിലേക്ക് അല്ലേ. എല്ലാവരും ഇപ്പോൾ സാന്റോസിൽ നെയ്മറിന്റെ കളി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെയ്മർ കളി കണ്ടില്ലെങ്കിൽ ഗോൾ കണ്ടിട്ടുണ്ടാവും. നെയ്മർ എത്രത്തോളം ഫോമിലാണ് സാന്റോസിൽ കളിക്കുന്നുള്ളത്. അപ്പം ബ്രസീലിയൻ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും വീണ്ടും ഒരു സന്തോഷ വാർത്ത വന്നുള്ളത്, അവരുടെ സൂപ്പർ സ്റ്റാറായി നെയ്മർ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നെയ്മർ ബ്രസീലിയൻ ടീമിൽ ഇടം നേടിയിരിക്കും. അടുത്ത വേൾഡ് കപ്പ് 2026 നടക്കാവുന്ന വേൾഡ് കപ്പിൽ നെയ്മർ ബ്രസീലിയൻ ടീമിൽ ഇടം നേടിയിരിക്കുന്നു. അപ്പൊ നെയ്മറിന്റെ ഫോം എത്രത്തോളം ഫുട്ബോളിന് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അതായത് ഈ നെയ്മറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നെയ്മർ വളരെ താഴെത്തട്ടിലേക്ക് പോയി. അതായത് പരുക്ക്, അതായത് ലോകത്തൊരു കളിക്കാരനും അനുഭവിക്കാത്ത പരുക്ക നെയ്മറിനെ പിടിച്ചു വലിച്ചത്. കാരണം എന്താ പറയാ, ഒരു ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും വലിയ ടെൻഷൻ പരുക്കാണ്. ഒരു കളിക്കാൻ ടെൻഷൻ. നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് കളിക്കാറുണ്ട്, പരുക്ക് വന്നാൽ കളം വിട്ടു പോകും. അതായത് അവർക്ക് പ്രചോദനമാണ് നെയ്മറിന്റെ ജീവിതം, നെയ്മറിന്റെ ലൈഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും സ്കില്ലിലും ഏറ്റവും മനോഹരമായി കളിക്കുന്ന കളിക്കാരനുണ്ടെങ്കിൽ അതൊന്ന് നെയ്മറാണ്. അപ്പം നെയ്മർക്ക് ഏറ്റവും കൂടുതൽ ആരാധകര് യുവതലമുറകളും ഈ സ്കില്ലൊക്കെ ആ മെയിനുള്ള ആൾക്കാരാണ് നെയ്മറിന്റെ ഫാൻസ് അധികം ഉള്ളത്. പിന്നെ ബ്രസീലിയൻ ആരാധകര് ഓൾറെഡി ബ്രസീലിന്റെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് നെയ്മറിന് ആ ഒരു ഫാൻസ് ഉണ്ടായി. അപ്പം നെയ്മർ ഫോമിൽ തിരിച്ചെത്തിയ കാര്യം ഇപ്പൊ സ്റ്റാറ്റസിലൂടെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിഞ്ഞു നെയ്മറിന്റെ വരവ്. അപ്പം അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാവും. അത് മാത്രമല്ല, ബാഴ്സലോണയിലേക്ക് റൂമർ നെയ്മറിന്റെ ഈ ഫുട്ബോളിലെ പ്രശസ്ത ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോയാണ് അത് പോസ്റ്റ് ചെയ്തത്. അടുത്ത സമ്മർ സീസണിൽ നെയ്മർ വരാൻ ചാൻസ് ഉണ്ട് ബാഴ്സലോണയിലേക്ക്. അപ്പം ബ്രസീൽ ആരാധകർക്ക് ഒന്നും കൂടെ നെയ്മർ ആരാധകർക്ക് ഒരു ഹാപ്പി. കാരണം നെയ്മർ ബാഴ്സയിൽ കളിച്ച ഒരു എഫക്റ്റ് എല്ലാവരും കണ്ടതാണ്. നെയ്മർ ഒരു ബാഴ്സയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് കളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച കംബാക്കിലൂടെ PSG തകർത്ത് ഒരു കംബാക്ക് അടിച്ച് നെയ്മർ ഉണ്ടാക്കിയ ആ ഓളം ബാഴ്സലോണയിൽ അത് ഭയങ്കരമാണ്. പിന്നെ നെയ്മർ, മെസ്സി, സുവാരസ് ആണ് ബാഴ്സലോണയുടെ എക്കാലത്തെ മികച്ച കൂട്ടുകെട്ട്. അതിനുശേഷം നെയ്മർ PSG പോയപ്പോൾ PSG കാര്യമായ നേട്ടമൊന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ക്ലബിൽ. ഒരുപാട് തുകക്കാണ് നെയ്മറിനെ PSG സ്വന്തമാക്കിയത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നെയ്മർക്ക് ആ ക്ലബിൽ പോയിട്ട്. പിന്നെ അതിന് നേരെ അൽ ഹിലാൽ ഒരുപാട് പൈസ ചിലവാക്കിയത്, എത്രയോ കോടി രൂപ ചിലവാക്കി ഏറ്റവും വലിയ ഓഫറിലാണ് നെയ്മർ അൽ ഹിലാൽ സ്വന്തമാക്കിയത്. അവിടൊന്നും അൽ ഹിലാലിന് നെയ്മർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെയ്മർ അവിടെ പരിക്കിനെ പിടിയിലായി. എത്രയോ ദിവസങ്ങൾ, വെറും കുറച്ച് മിനിറ്റുകൾ മാത്രമേ നെയ്മർ അതിൽ കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെ പുറത്തായിരുന്നു. അതിന്റെ ശേഷമാണ് സാന്റോസിലേക്കുള്ള നെയ്മറിന്റെ പോക്ക്. അതായത് നെയ്മർ എല്ലാം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് പോവാണ്. പക്ഷെ അവിടെ നെയ്മർ എന്താക്കി, അവിടെ വൺ ഫോമിലേക്ക് തിരിച്ചു വന്നു. ആ ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മറ്റു ക്ലബ്ബുകൾ നെയ്മർ നോക്കുന്നത്. പക്ഷെ നെയ്മർ കളിക്കാനുണ്ടെങ്കിൽ പരിക്കിന്റെ പിടിയല്ലാതെ നെയ്മർ കളിക്കാണ്ട്, പക്ഷെ നെയ്മർ എല്ലാവരും കളിക്കാനുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളെല്ലാവരും കാഴ്ചപ്പാട്. പക്ഷെ ബ്രസീലിയൻ നെയ്മറിൻ ഫാൻസിന്റെ ഒരു സങ്കടാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിക്കാണ്. ഒന്ന് കളി ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥ. നല്ലൊരു കളി കളിച്ചു വരുമ്പോഴത്തേന് പിന്നെ പരിക്കിലാവും, പുറത്തു പോകും. അങ്ങനെ എല്ലായിരുന്നെങ്കിൽ ഈ പരിക്കിനെ പിടിയിൽ നെയ്മർ പെട്ടിട്ടില്ലെങ്കിൽ നെയ്മറെ പോലത്തെ കളിക്കാരന് ലോകത്ത് ഈ കാലഘട്ടത്തിൽ, അതായത് മെസ്സി ക്രിസ്ത്യാനോ കഴിഞ്ഞാൽ പിന്നെ നെയ്മറാണ് വരേണ്ടത്. പക്ഷെ പരിക്കൊണ്ട് നെയ്മർക്ക് ആയില്ല. അപ്പൊ എന്തായാലും നെയ്മർ ആരാധകർക്കൊരു ഹാപ്പി ന്യൂസ്, നെയ്മർ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീൽ ഉണ്ടാവും. അതിനുശേഷം ബാഴ്സലോണയ്ക്ക് വരാണെങ്കിൽ ഒന്നും പാട്ടെ ബാഴ്സ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും ഒന്നും പാട്ടെ സെറ്റ് ആവും. അപ്പം നെയ്മർ ആരാധകർക്ക് ഹാപ്പി ന്യൂസ്.